വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മക്കത്തെ 3 ദിവസത്തെ വിശേഷങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാട്ടോ. അതായത് ഇപ്പോഴും കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ ഉംറയ്ക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലേന്ന്. ആക്ച്വലി ഞാൻ 2 ദിവസം മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ടായിരിക്കാം ഒരു ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടായിരിക്കാം വീണ്ടും ആ വീഡിയോസ് എന്താ ഷെയർ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത്. അപ്പം ആ ഇൻട്രോ വീഡിയോ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ, ഞങ്ങൾ മക്കത്തെ 3 ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ആ സെയിം വീഡിയോ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞങ്ങളുടെ ഉംറ കഴിഞ്ഞ ശേഷമായിട്ടോ. അതായത് ഞങ്ങൾ രാവിലെയാണ്, തലേ ദിവസം രാത്രി അവിടുന്ന് നമ്മൾ UAE കയറിയിട്ട് ഇവിടെ പിറ്റേ ദിവസം മോർണിംഗാണ്, നമ്മൾ പുലർച്ചെയായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഏർലി മോർണിംഗ് ആണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്, ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഒരു 1.5 hours ട്രാവലുണ്ട് മക്കത്തേക്ക്. അപ്പം അവിടേക്ക് നമ്മൾ ടാക്സിക്കാണ് വന്നത്. നേരെ നമ്മൾ നമ്മളുടെ റൂം നമ്മൾ ചെക്ക് ഇൻ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ ബാഗേജ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ഹറമിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ തവാഫും സയ്യും എല്ലാതും ഉംറയൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഞങ്ങൾ റൂം ചെക്ക് ഇൻ ആവുന്നത്. അപ്പോൾ ആ കറക്റ്റ് സമയത്തേക്ക് പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ചെക്കിൻ്റെ ആ സമയത്തേക്ക് നമുക്ക് അവിടെ എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ചെയ്തത്. ഇങ്ങനെ ഒരു പ്ലാനിങ് വച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് സമയം മിസ്സാവില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഹറമിൻ്റെ ഈ ഒരു ഭാഗം, പള്ളിയുടെ ഒരു ഭാഗമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ 3ാമത്തെ തവണയാണ് ഉംറയ്ക്ക് നമ്മൾ വരുന്നത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. എന്താ പറയുക, നമുക്ക് വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണത്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എത്ര വന്നാലും നമുക്ക് മടുക്കാത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഉംറ കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം തലേ ദിവസം നമ്മൾ അവിടെ ഫ്ലൈറ്റിൽ കയറാൻ നേരത്തെ നമ്മൾ ഫുഡ് കഴിച്ചാണല്ലോ. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ഉംറ കഴിഞ്ഞ ശേഷം ആണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പത്തെ പ്രാവശ്യത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അതായത് ചില സ്ഥലത്ത് നാടൻ ഫുഡുകളൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അത് കോമൺ ആയിട്ട് നമുക്ക് കാണില്ല. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഇങ്ങനെ എന്താ പറയുക, രാവിലെ തന്നെ റൈസൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതൊരു റൊട്ടിയും പിന്നെ വെജിറ്റബിൾ കറിയും ചിക്കൻ കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ റൂമിലോട്ട് പോവുകയാണ്. ഇത്തവണ ഞങ്ങൾ റൂം എടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു അധികം തിരക്കില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ വക്തിലും നിസ്കരിക്കാൻ വരാനും സിമ്പിളാണ്. എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലത്താണ്. അതായത് പള്ളിയുടെ വേറൊരു വശമാണ് നമ്മൾ നേരെ കാണുന്നത്. നമ്മളെപ്പോഴും ഈ ബസ്സിലൊക്കെ വരുന്നത് അജീദ് സ്ട്രീറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അജീദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഫസ്റ്റത്തെ 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും തിരക്കായിരിക്കും. നമ്മൾ നിസ്കരിക്കാൻ നമുക്ക് സ്പേസ് ഒന്നും കിട്ടില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് പള്ളീൻ്റെ അകത്ത് തന്നെ കയറി നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ, നമ്മളെ റൂമുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ജബൽ ഒമർ കേട്ടോ. ആ ഒരു ഭാഗത്താണ് ഞങ്ങളുടെ റൂമുള്ളത്. ഹിൽട്ടണിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ പോയി വന്ന ശേഷം. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് റൂമിലാണ്. ഞങ്ങൾ റൂമിൽ നോക്കുമ്പോൾ നമ്മളെ ഹറം കാണുന്നുണ്ട്. പിന്നെ ഇത്തവണ ഞങ്ങൾ എന്താ പറയുക, ഹറമിൻ്റെ തൊട്ടടുത്ത് തന്നെ എടുത്തതാണ്. കാരണം നമ്മൾ ഈ മക്കത്തേക്ക് വരുന്നത് നമ്മൾ എല്ലാ കർമ്മങ്ങളും നല്ല വൃത്തിയായിട്ട് ചെയ്യാനും പിന്നെ ഓരോ വക്ത് നമുക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം കഴിഞ്ഞ തവണ ഒന്നും നമുക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എല്ലാ വക്തിലും നമുക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം എന്നുള്ള രീതിയിൽ, ഹറമിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്തത്. അപ്പോൾ അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ പറയുക, ഓരോ നിസ്കാരം 1,00,000-ലധികം കൂലി തരുന്നതാണ്. നമ്മൾ ഹറമിൽ നിസ്കരിക്കുമ്പോൾ സാധാ നിസ്കാരത്തിലും 1,00,000-ലധികം കൂലിയുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഓരോ വക്തിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം എന്താ പറയുക, നമ്മൾ ലാസ്റ്റ് പ്രാവശ്യമൊക്കെ നമുക്ക് ഒരുപാട് മിസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വക്തിയിലൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികളെ കൊണ്ടൊക്കെ. അപ്പോൾ ഇതിപ്പോൾ കുട്ടികളൊക്കെ റൂമിലാക്കിയിട്ട് എനിക്കോ ഇക്കാക്കെങ്കിലും വരാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ റൂം ഉള്ളത് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ ഇപ്പം ചെക്കിൻ്റെ സമയം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. ഞങ്ങളുടെ തവാഫും സയ്യും, അതായത് ഉംറ കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് റൂം കിട്ടിയാൽ മതി എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരത്തെ കഴിഞ്ഞു. ഞങ്ങൾ ഏർലി മോർണിംഗ് ആണ് ഉംറ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 8 മണിക്കാണ് നമ്മൾ തവാഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുള്ള സമയം ആയിരുന്നു നമ്മൾ തവാഫിൻ്റെ സമയം. പക്ഷേ അൽഹംദുലില്ലാ ആ ഒരു സമയത്ത് തന്നെ എന്താ പറയുക, മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉള്ള പോലെയായിരുന്നു, മൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു തണലും കൂടി കിട്ടി അൽഹംദുലില്ലാ. പിന്നെ ഇത് ഈ ഹിൽട്ടണിലെ പള്ളി കേട്ടോ. അതായത് ഈ പള്ളിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഹറമ് കാണാൻ പറ്റുന്നുണ്ട്. കൂടാണ്ട് ഈ പള്ളിയിൽ നമുക്ക് ഹറമിലെ ഇമാമിൻ്റെ കൂടെ തന്നെ നിസ്കരിക്കാനും പറ്റും. കാരണം ഇത് ആ ഒരു ഇതിൽ വരുന്ന ഹറമിൻ്റെ പരിസരത്ത് വരുന്നിട്ടുള്ള ഇതായതുകൊണ്ട്, അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട്, മീൻസ് ഹോട്ടലായതുകൊണ്ട്. പിന്നെ അവിടുത്തെ സ്പീക്കർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്പീക്കറിൽ തന്നെ നമുക്ക് മീൻസ് ആ ഒരു വോയിസിൽ തന്നെ നമുക്ക് കൂടെ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെപ്പോഴും പള്ളി പോകുന്നതുകൊണ്ട് തന്നെ അത് കിട്ടുന്നില്ല. പിന്നെ ഉമ്മ, പിന്നെ റോസു, റീനു ചില സമയത്തൊക്കെ ഉമ്മക്ക് കൂടുതലും ഇവിടെ നിന്ന് തന്നെ നിസ്കരിച്ചത് കേട്ടോ. കാരണം ഉമ്മക്ക് ഉംറ കഴിഞ്ഞപ്പോൾ ഒട്ടും വയ്യാണ്ടായി, നടക്കാനൊന്നും പറ്റാണ്ടായി. പിന്നെ പള്ളിയിൽ കയറിയിട്ടില്ല, അതായത് ഹറമിൽ കയറിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ ചെക്കിനായി. കുറച്ച് നേരം ഞങ്ങൾ പള്ളിയിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതായത് ലേഡീസിൻ്റെ ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ട്. കൂടുതൽ ആൾക്കാരും പുറത്താണ്, മീൻസ് ഹറമിലാണ് നിസ്കരിക്കാൻ പോകുന്നത്. അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല പള്ളിയിൽ. ഞങ്ങൾ കുറച്ച് നേരം പള്ളിയിലൊക്കെ ഇരുന്നു. കാരണം ഉറക്കക്ഷീണം നല്ലോണം ഉണ്ട്. റൂയി കണ്ടില്ല, നല്ലോണം ഉറങ്ങുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. 2 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു ഇവിടുത്തെ ഹറമിലോട്ട്. എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ബാൽക്കണി ഇല്ല, ആ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു. നല്ലൊരു വൈബായിരുന്നു ഇതിനകത്ത്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ അതെന്നെ പറയുന്നത്. നല്ല ഒരു ആംബിയൻസ് അവിടെ കേട്ടോ. നമ്മളുള്ളത് 23ാമത്തെ ഫ്ലോറിലാട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈറ്റ്, ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആയിരുന്നു. ഇപ്പോഴും ഇതിൻ്റെ മുകളിൽ, നമ്മളെ ഹറമിൻ്റെ മുകളിൽ വീണ്ടും പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ പറയുക, കണ്ടിട്ട് അവിടെ ഇങ്ങനെ പണി നടക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അകത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, റൂംസൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നും ഞാൻ കൊടുക്കണോ വേണോ എന്നുള്ള രീതിയിലാണ് നിന്നത്. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെ വരുന്നവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്നുള്ളതാണ്. അപ്പം കാണുന്നവർ പലരും വിചാരിക്കുമായിരിക്കും, പക്ഷെ എൻ്റെ ഉദ്ദേശം നന്നായാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ 2 റൂംസ് എടുത്തത്. പിന്നെ ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് നമ്മൾ പറ്റുന്നവർ ചെയ്യാമെന്നുള്ളൂ കേട്ടോ, എല്ലാവരും ചെയ്യണം എന്നല്ല. കുഴപ്പമില്ലാതെ എന്താ പറയുക, ഇതിനുള്ള ഒരു നിങ്ങളുടെ അടുത്ത് സമ്പാദ്യം ഉണ്ടെങ്കിൽ, നമ്മൾ ഇതിലും വലുത് വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് തൊട്ടടുത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം കിട്ടുമെങ്കിൽ അതിന് വലുത് വേറെന്താ. അപ്പം അതിന് പൈസ ചിലവാക്കുന്നതിൽ പിശുക്ക് കാണിക്കാണ്ടിരിക്കുക പറ്റുന്നവർ കേട്ടോ. ഇനി ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. പറ്റുന്നവർ മാക്സിമം അടുത്ത് തന്നെ റൂം ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ റൂമൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നോക്കാം എത്ര കിലോമീറ്റർ അകത്താണ്, ഹറമിൻ്റെ തൊട്ടടുത്താണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി പാക്കേജിൽ വരുന്നവർ, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ, നിങ്ങൾ അവരോട് ചോദിക്കണം എത്ര കിലോമീറ്റർ അകത്താണ്, നമുക്ക് എപ്പോഴും നിസ്കരിക്കാൻ പോകാൻ പറ്റുമോ. കുറേ ദൂരമാണെങ്കിൽ 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ അപ്പുറത്താണെങ്കിൽ ജസ്റ്റ് ചോദിച്ചറിയണം കേട്ടോ. ചിലരൊക്കെ കുറേ ദൂരം അപ്പുറത്ത് റൂമൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പറ്റിക്കപ്പെടേണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷേ കുറേ പാക്കേജുകളൊക്കെ അടുത്ത് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ, തൊട്ടടുത്ത് തന്നെ, ഹറമിന് തൊട്ടടുത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ കുറ്റം പറയില്ല, എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ ഗൈഡൻസ് ആവണം എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് പറയുക കേട്ടോ. കുറേ ആൾക്കാർ അങ്ങനെ പറ്റിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചോദിച്ചാൽ മതിയല്ലോ, എത്ര ദൂരം എത്ര അടുത്താണ്, കുറേ കിലോമീറ്റർ അപ്പുറത്താണോ, ബസ്സിൽ കുറേ പോകേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത്. ചില വയസ്സായവർക്കൊക്കെ, പ്രായമായവർക്കൊക്കെ നടക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ കുറേ നടന്ന് പിന്നെ ബസ് കയറി, അതൊക്കെ എപ്പോഴും പോസിബിൾ അല്ലല്ലോ. നമ്മൾ ഇവിടേക്ക് വരുന്നത് നമ്മൾ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെറുതെ അത്രയും നമ്മൾ റൂമിലിരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അതൊന്ന് ചോദിച്ചറിയാം, പറ്റുന്നവർ ചോദിച്ചറിയാം കേട്ടോ.
പിന്നെ ചായ ഞാൻ പിന്നെ പാൽപ്പൊടി പഞ്ചസാര ചായപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓക്കെയാണ്, പക്ഷെ നമ്മുടെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ പാൽപ്പൊടിയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഫ്ലാസ്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മയും ഇക്കാക്കൊക്കെ നമ്മുടെ നാടൻ ഇതൊക്കെ വേണം. ഇവിടുന്ന് പുറത്തത്തെ ചായയൊന്നും നമുക്കങ്ങോട്ട് വിചാരിച്ച പോലെ കിട്ടൂല. പിന്നെ ഇതാ റീനു ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കുകയാണ്. അപ്പം ബ്രഷും ടൂത്ത് പേസ്റ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ നമ്മൾക്കൊരു ആങ്സൈറ്റി ആയിരിക്കും, എന്താണ് ഏതാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ കാണിച്ചതന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു ചിക്കൻ ഫ്രൈയും മഷ്റൂം ഫ്രൈയും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് തലേ ദിവസം വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം നമ്മളൊരു 2 മണി 3 മണിക്കൊക്കെ ഒന്നും കേടായിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും ഒരുമിച്ചാണ് ഞങ്ങളിപ്പം ആ ഹറമിൻ്റെ അവിടെ നിന്ന് പോയി കഴിച്ചത്. ലഞ്ചല്ല, ആ ഒരു സമയത്താണ് നമ്മൾ അവിടെ നിന്ന് ഇപ്പം കുബൂസ് കഴിച്ചെന്ന് പറഞ്ഞില്ലേ. പിന്നെ നമ്മളിവിടെ വന്നിട്ട് റൂമിൽ വന്നിട്ട് ഇതാ കുറച്ച് കഴിഞ്ഞപ്പം ഇത് കഴിച്ചു. ചായയും ആ ഒരു സ്നാക്കും ചിക്കനും കൂടി ഉള്ളതും മഷ്റൂമും കൂടി ഉള്ളത് കഴിച്ചു. എല്ലാവരും കൂടി ഇപ്പോൾ ഒരു റൂമിലാണുള്ളത്. ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നെ എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. തലേദിവസം ഉറക്കമൊഴിച്ചല്ലേ, കാലുവേദനയൊക്കെ ആയിട്ട് എല്ലാവരും കിടപ്പിലാണ്. അപ്പം ഞാനും മിക്കും മാത്രമാണ് ഹറമിലോട്ട് മഗ്‌രിബിന് ഇശയ്ക്കും കൂടിയായിട്ട് വന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പിന്നെ അധികം വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഫുള്ള് വയ്യാണ്ട കിടപ്പായിരുന്നു. എല്ലാവർക്കും കാലുവേദന മുട്ടുവേദന ഒക്കെ ആയിട്ട് ക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ആഫ്റ്റർനൂൺ, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ബൊഫേ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ലുഹറിന് മുമ്പാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. സുബിക്ക് ആരും പള്ളിയിൽ പോയിട്ടില്ല. സുബി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ റൂമിലിരുന്നാൽ തന്നെ നമ്മൾ ഹറമിൽ നിസ്കരിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും റൂമിൽ നിന്നാണ് നിസ്കരിച്ചത്. പിന്നെ ഉള്ളത് ഫുള്ള് ഹറമിലേക്ക് ഞാനും ഇക്കയും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ലുഹറിന് മുമ്പ് എന്താ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് റൂഹിക്ക് എന്താ പറയുക പാർക്കിൽ പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ പറയുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അവൾ കിടന്ന് ഉറങ്ങിയല്ലേ നമ്മൾ വന്ന സമയത്തൊക്കെ, അപ്പം അധികം ഒന്നും പുറത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, ഇവിടെ ജിമ്മിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് അത് പാർക്കാന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിക്കോ, അപ്പോൾ പാർക്കാവും. പാർക്ക് 1 പാർക്ക് 2 പാർക്ക്. ഇത് ഊഞ്ഞാലാന്ന് വിചാരിച്ചോ, അത് ഊഞ്ഞാലാക്കിക്കോ. റൂയ്ക്ക് വേണോ? റൂയ്ക്ക് നിർത്തി കൊടുക്കി പപ്പ. അങ്ങനെ പാർക്ക് സെറ്റപ്പാക്കി, ജിം പാർക്ക്. സ്ലോയിൽ കൊടുത്താൽ മതിയേ. നടക്ക് 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 നടക്ക്. വാവ്, റൂയി പാർക്ക് നോക്കട്ടെ. റൂയി ഹാപ്പി ആയാ? മതിയോ? കാലം എനിക്കിനി പറയണേ, നിൽക്കരുതേ, നിന്നാ വീഴും.
റൂയിന് സ്ലൈഡ്. റെഡി 1 2 3 സ്റ്റാർട്ട്. സ്ലൈഡ്. റെഡി ഇത് നിർത്തൂല. റോസു കാല് വേനിക്ക് വെറുതെ നടക്കാനുള്ള കേട്ടാ. നോക്കട്ടെ റോസ വന്നാ. അപ്പോൾ ഞങ്ങൾ ലുഹറിന് പോയ ശേഷം പിന്നെ വീണ്ടും റൂമിലോട്ട് വന്നു. പിന്നെ ഇത് അസറിന് പോയി. അസറിന് ഞാനും വയ്ക്കും റൂയും കൂടെ പോയത് കേട്ടോ. അതാ ഈ ഒരു മാറ്റ് കണ്ടോ, ആ മാറ്റ് എപ്പോഴും നമ്മൾ അത് ഫോൾഡബിൾ മാറ്റാണ്, എന്താ പറയുക പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാറ്റാട്ടോ. അപ്പം എപ്പോഴും അങ്ങനത്തെ ഒരു മാറ്റ് നമ്മൾ യൂസ് ചെയ്യും. എല്ലാവർക്കും ഓരോ മാറ്റുള്ളത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അവിടുത്തെ ആ കാർപ്പറ്റിൽ ചെയ്യാണ്ടിരിക്കുക കാരണം ഒരുപാട് ഇൻഫെക്ഷൻസ്, ഒരുപാട് അസുഖങ്ങൾ വരും. ഞങ്ങൾക്ക് തന്നെ മാസ്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് മാത്രം മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാണ്ട് വന്നില്ല. പക്ഷേ ഉമ്മാക്കും റീനു, റോസു, ഇക്ക, റൂഹി എല്ലാവർക്കും എന്തോ ഒരു അസുഖം വന്നു. അത് എന്താ പറയുക കോവിഡ് പോലെയല്ല, പക്ഷേ ഭയങ്കര ഒരാൾക്ക് മാറി ഒരാൾക്ക് വന്ന് അങ്ങനെ വരുന്നു. ഇപ്പോഴും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, കണ്ണിൽ എന്താ പറയുക ചോപ്പ് വരിക, പിന്നെ കണ്ണ് വേദന ആവുക, മൊത്തം വേദന ആവുക, പിന്നെ ത്രോട്ട് പെയിൻ, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. അപ്പം ഓരോരുത്തരിൽ നിന്നും മാറി മാറി അടുത്ത ആൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മാത്രമാണ് വരാഞ്ഞത്, ചെറുതായിട്ട് വന്നാണ് പോയത്. എനിക്ക് കണ്ണിൽ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മാസ്ക്, അതുപോലെ ഇങ്ങനെ പ്രെയർ മാറ്റ്, അതൊക്കെ എപ്പോഴും കൂടെ കൊണ്ടുനടക്കുക. നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രെയർ മാറ്റിൽ തന്നെ സുജൂദ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നില്ലേ, അസുഖമുള്ളവരുണ്ടാവും, പല പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് വരുമ്പോഴൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന മാറ്റിൽ തന്നെ ഇരുത്താൻ നോക്കുക. പിന്നെ സൺഗ്ലാസ്, അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം തലവേദന വന്നിട്ടില്ല കേട്ടോ. അത് എനിക്ക് സാധാരണ ഭയങ്കര തലവേദന, മൈഗ്രെയിൻ്റെ ആളാണ്. പക്ഷേ ഈ സൺഗ്ലാസ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് പവർ ഉള്ള സൺഗ്ലാസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ആ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് തലവേദന വരുന്നില്ല ഇപ്പോൾ കേട്ടോ. അപ്പം മൈഗ്രെയിൻ ഉള്ളവർ പവറുള്ള ഗ്ലാസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പവറുള്ള സൺഗ്ലാസ് യൂസ് ചെയ്യുക കേട്ടോ. നീ എന്താ റെഡിയായി നിൽക്കുന്നു? നിസ്കരിക്കുന്നു? ഇവിടെ ഞാൻ നോക്കണം വിചാരിച്ചു. രാത്രിയിൽ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളെ റൂം കാണും. നമ്മളെ റൂഫിൽ പോയപ്പോ അവിടുന്ന് കാണൂല. അല്ല, ഇതാ ഏത്? ഇത് നമ്മളുടെ റൂമിന്റെ ക്ലാസ്. ഓ ഇത്. അപ്പൊ അവിടുന്ന് പുറത്തുനിന്ന് ആൾക്കാർ കാണും. പുറത്തുനിന്നല്ല, നമുക്ക് രാത്രി കാണും. നിങ്ങൾ ഇതിൽ കൂടെ പോണ് പള്ളിക്ക് ഒരിക്കും പപ്പാനെ ഉമ്മക്കുള്ള നേരമുള്ളൂ. അഞ്ഞിവിടെ കുത്തി കുത്താനം വനമത്തക്കരിക്കൽ കുത്തിപ്രാവിന് കയ്യോ കാലച്ചിട്ടിക്കൊരി മൂടുക. റൂഹി വികൃതി ആവണൊക്കെ ഒന്നും വേണ്ടാത്തൊരു കുട്ടി. അത് വീഡിയോ എടുക്കണോണ്ടാണ് ഒന്നും വേണ്ടാത്തത്. മറ്റാള് വീണ് പപ്പാന് കുട്ടിയേട്ടാ, നീ പറഞ്ഞതൊക്കെ കേൾക്കുന്ന കുട്ടിയേട്ടാ. കളിച്ചോ. വേണ്ട പപ്പ വേണ്ട, നീ ഊയി കളിച്ചോ. റെഡി 1 2 3 സ്റ്റാർട്ട്.
പപ്പയോട് കിടത്തോ പപ്പാനോട് ഇത്ര ഇഷ്ടമുണ്ടായി പപ്പാന്റെ കുട്ടിയാണ് ഇപ്പോൾ ആ കാട്ടുന്നത്. മൂഗ പപ്പയോട് കിടത്തോ. അപ്പൊ ഓയിക്ക് പപ്പനെ ഇഷ്ടമല്ല, എന്നാ റോസിന്റെ കുട്ടിയായിക്കോട്ടെ പപ്പ. പപ്പനെ അടിക്കും ചെയ്യും. ആ കണ്ട 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 സൂപ്പർ മോൻ. അതെന്തിനാ അടിച്ച കുട്ടികളൊന്നും പപ്പാനെ കെട്ടിപ്പിടിക്കാൻ പോണ്ട. ഹലോ പിന്നെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വ്ളോഗൊന്നുമല്ല. അപ്പോൾ എന്താ പറയുക, ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും, വീഡിയോ വെറുതെ ഇരിക്കുമ്പം ഓർമ്മ വരും, അപ്പോൾ ജസ്റ്റ് എടുക്കുന്നതാണ് ഇതൊക്കെ. നമ്മളിപ്പം ഇവിടെ ഇബാദത്തെടുക്കാനല്ലേ വരുന്നത്, അപ്പോൾ ഫുൾ ടൈം നമ്മൾ അതിൻ്റെ പുറകെ നടക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് വെറുതെ ഇരിക്കൂലേ, ആ സമയത്ത് എടുക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പം ഇതാ ഹറമിൻ്റെ മുകളിൽ ഉള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മളിങ്ങനെ മീൻസ് നമ്മൾ താഴെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ അതാ വീണ്ടും അടുത്ത പള്ളിയിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇക്കും റീനും വരുന്നുണ്ട്, റൂഹിയും റോസും ഉമ്മയും മാത്രമാണ് റൂമിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് കോഫി ഉണ്ടാക്കി കൊടുത്തതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, കോഫിയും പിന്നെ ബ്രെഡും ജാമും. ഇത്തവണ റോസും ഉമ്മയും രണ്ടുപേരും ഉംറ അതായത് തോഫും സയ്യും കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് അവർ റൂമിൽ കയറിയതാണ്. പിന്നെ അവർ പുറത്തിറങ്ങുന്ന മീൻസ് നമ്മളെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോകാൻ നേരമാണ്. അതുവരെ റൂമിൽ തന്നെയായിരുന്നു നിസ്കാരമൊക്കെ കേട്ടോ. കാരണം ഉമ്മാക്ക് ആരെങ്കിലും നിർത്തണമല്ലോ, അപ്പോൾ അത് റോസിനെ നിർത്തി. ഉമ്മാക്ക് ഒട്ടും നടക്കാൻ വയ്യായിരുന്നു. വന്ന ഉംറ കഴിഞ്ഞ പാടെ തന്നെ കാലുകൊണ്ട് വയ്യാണ്ട് പിന്നെ പനിയൊക്കെ ആയിട്ട് ഫുള്ള് കിടപ്പിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ മഗ്‌രിബിനും ഇശക്കും കൂടി പോവാണ്. മഗ്‌രിബ് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വരുമ്പോഴേക്കും ഇശൻ്റെ സമയമാവും. അപ്പോൾ രണ്ടിനും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ റോസുവിന് വരണമെന്നുണ്ട്, പക്ഷേ എന്താ പറയുക, വരാൻ പറ്റൂലല്ലോ. അപ്പോൾ അതെങ്ങനെ പറയാ വിളിച്ചിട്ട്. Johnny, Johnny. Yes, Papa. Eating sugar. No, Papa. Very nice. No, Papa. Open your mouth. ഹറമേക്ക് പിന്നെ അല്ല എന്നിട്ട് എന്താ ചെയ്യാ? No, Papa. No, Papa. കണ്ണിനെന്തോ അപ്പൊ തലയിലടിച്ചു നോട്ടെ. റൂയിക്ക് ഷോളൊന്നും ഇട്ട് കൊടുക്കാത്തത് വേറൊന്നുമല്ല, തല വിങ്ങിയിട്ട് ഇനിയിപ്പം അത് വേറൊരു അസുഖം ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓൾറെഡി കണ്ണിന് ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് കണ്ണിന്, എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാണ് തൊണ്ടവേദന, പനി, അതൊക്കെ ഭാഗമാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ മഗ്‌രിബും ഇശാവും കഴിഞ്ഞിട്ട് ഫുഡ് വാങ്ങിച്ച് പിന്നെ റൂയിമോൾക്ക് ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്. അപ്പോൾ അവൾ എന്തോ ഒരു ടോയ് മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതുതന്നെ വേണം, വേറെ എന്ത് ടോയ് കാണിച്ചിട്ടും പറ്റുന്നില്ല. പിന്നെ അവൾ നല്ലപോലെ ആണെങ്കിൽ പിന്നെ നമ്മൾക്ക് എല്ലാത്തിനും നല്ലപോലെ എല്ലാ കർമ്മങ്ങളും നല്ലപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവളെ നന്നാക്കാൻ നോക്കുകയാണ്. പിന്നെ അപ്പം ജസ്റ്റ് പാത്രത്തിൻ്റെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ ലേഡീസ് എന്തിനാ വന്നതെന്ന് ചില സമയത്ത് മറന്നു പോകും. അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ റീനു ആണ് വീഡിയോ എടുക്കുന്നത്. റീനു എന്ന് പറയുന്നുണ്ട് എന്തിനാ അപ്പോൾ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും വന്നത് ടോയ്സ്, റൂഹിക്ക് ടോയ്സ് നോക്കാനാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ്. പിന്നെന്താ, അങ്ങനെ അവിടുന്ന് എന്തോ ഒരു ടോയ് വാങ്ങിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഐറ്റംസൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ വിചാരിച്ച തന്നെ വേണേനും, അല്ലെങ്കിൽ വേറെ എന്ത് കൊടുത്താലും പറ്റില്ല. കുറേ നടന്നു കേട്ടോ അവളുടെ ഈ ഒരു ടോയിനായിട്ട്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ഗ്രോസറി ഐറ്റംസും വാങ്ങിച്ചു. അങ്ങനെ റൂമിൽ പോയി. അപ്പോൾ എന്താ പറയുക, രാത്രിത്തെ ഫുഡ് ഇപ്പം കുബൂസല്ല, റൊട്ടിയും പിന്നെ മട്ടൻ കറിയും വെജിറ്റബിൾ കറിയും പിന്നെ 2 വെറൈറ്റി റൈസ്, മട്ടൻ ബിരിയാണിയും പിന്നെ എന്തൊരു മന്തി ഐറ്റംസ്, അങ്ങനെ എല്ലാം കൂടി മിക്സ്ഡായിട്ട്. ദിശാന് ശേഷം കുറേ ആൾക്കാർ പോകുന്നതും വരുന്നതും ഒക്കെയാണ്. ചിലർ സുബഹി വരെ അവിടെ തന്നെ ഇരിക്കും. പിന്നെ ഇതാ സുബഹി നിസ്കാരത്തിനാണ് നമ്മൾ പോകുന്നത്. സുബഹിന് മുമ്പ് താജുദിൻ്റെ സമയത്ത് പോവാണ് കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഓതൊക്കെ ചെയ്യുക. റൂയിമോൾ കിടന്നുറങ്ങുക. അപ്പോൾ ഞാനും എനിക്ക് മാത്രമേ പോകുന്നുള്ളൂ. റീനുവിനെ റൂയിൻ്റെ അടുത്ത് കിടത്തി. അങ്ങനെ ഇപ്പോഴും ആ സമയത്ത് കണ്ടോ എത്രയോ ആൾക്കാർ വരുന്ന കണ്ടോ. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നും. ഫുൾ ടൈം നിസ്കരിക്കുക, ഓതുക, എന്താ പറയുക, അങ്ങനെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ എത്ര നന്നാവും അല്ലേ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് ഉംറ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ഒന്ന് മൈൻഡൊന്ന് ക്ലിയർ ആവില്ലായിരുന്നോ. വേറൊന്നും നമ്മളെ മനസ്സിൽ വരുന്നില്ല. ഫുൾ ടൈം നിസ്കാരം, ഓതുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ആയിരിക്കും. അപ്പോൾ സുബീൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഈ വീൽ ചെയർ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ടൊരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ഞാൻ കയറിയിട്ടുള്ളത് കേട്ടോ. അപ്പം അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാനുള്ള സ്പേസ് കിട്ടി. അപ്പുറത്ത് തന്നെ ഇവിടെ ലേഡീസും അപ്പുറത്ത് ജെൻസും ഉണ്ട്. അപ്പം എനിക്ക് ഉക്കാക്കും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കാൻ പറ്റും. പിന്നെ ഫാമിലി ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നിസ്കരിക്കുന്ന സമയത്ത് മാത്രം മാറിയിരുന്നാൽ മതിയാവും. അപ്പം ഇപ്പം എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയുക, ഒരു റിലാക്സിങ്, ഒരു മൈൻഡ് റിഫ്രഷിങ് ഒരു സമയമായിരുന്നു അത്. സുബീൻ്റെ മുമ്പ് മുതൽ സുബി കഴിഞ്ഞിട്ട് ഉള്ള ഒരു സമയം വരെ. അങ്ങനെ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ ഇതുണ്ട്, ബുഫേ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് ഫസ്റ്റ് ഡേ പോയിട്ടുണ്ടായിരുന്നു, ഇവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു ഇത്, ഞാൻ പറയില്ലേ കണ്ണിൻ്റെ ഒരു ഇൻഫെക്ഷൻ എല്ലാവർക്കും ഉണ്ടെന്ന്. എനിക്ക് ആ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പോയില്ല. അപ്പോഴേ അവരെല്ലാവരും പറഞ്ഞു നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിപ്പോൾ 2ാമത്തെ ദിവസം ഇനിയിപ്പോൾ പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവരും എനിക്കും മക്കളും ഉമ്മയും എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ബ്രെഡ് കഴിച്ചോളാം, കാരണം അന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാത്തതായപ്പോൾ പിന്നെ ഞാൻ ആ കണ്ണും കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മളെ ഹോട്ടലിൻ്റെ താഴെയുള്ള ഇതൊക്കെ കേട്ടോ, ആംബിയൻസാണ്. അപ്പോൾ എല്ലാവരും ഉറക്കത്തിലൊക്കെയാണ്. ഇനിയിപ്പോൾ എല്ലാവരും ഉണർത്തണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനുള്ളതല്ലേ. പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകും വേണം. പിന്നെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ ഓരോ കാഴ്ചകളും ഇതിൽ നമുക്കൊരു എന്താ പറയുക സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഇതാണല്ലോ. പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്നങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, പോകണമായിരുന്നു എന്ന് തോന്നിയെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എൻ്റെ ഉദ്ദേശം അതാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പോകാൻ തോന്നണം, എന്താ പറയുക ഉംറ ചെയ്യാൻ തോന്നണം. ചെയ്യാൻ പറ്റാത്തവർ, ഇതുവരെ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ തോന്നണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് കേട്ടോ. നമ്മൾ 2 റൂമുകളാട്ടോ കാണിച്ചത്. ആ സമയത്ത് ഞാൻ വോയിസ് ഓവർ അത് കറക്റ്റ് പറയാൻ വിട്ടുപോയി. അങ്ങനെ നമ്മളെ ബുഫേൻ്റെ ഏരിയ ആണ്. അപ്പം തലേ ദിവസം ഞാൻ പോകാത്തതുകൊണ്ട് തന്നെ മക്കളും ഒക്കെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ, കാരണം അവിടെ നമ്മൾ വീഡിയോ എടുക്കാനല്ലല്ലോ വരുന്നത്. പക്ഷേ എന്താ സംഭവം എന്നുള്ളത് അറിയണമല്ലോ നിങ്ങൾ. അപ്പോൾ അങ്ങനെ കാണിച്ചതേ ഉള്ളൂ. കുറേശ്ശെ എടുത്തിട്ടുണ്ട്, ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ. ഫുഡ് കഴിക്കാൻ വരുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് നടക്കുന്നത് ശരിയാവില്ലല്ലോ. അപ്പം ഉമ്മാനെയും റുഹിനെയും അവിടെ ഇരുത്തിയിട്ടുണ്ട് ഓരോ ടേബിളിൽ. റോസ് കണ്ടോ, കഴിഞ്ഞ ദിവസം വന്നുകൊണ്ട് തന്നെ അവൾക്ക് അറിയാം എന്തൊക്കെയുള്ളത് എന്നുള്ളത്. അവൾ ആദ്യം സ്വീറ്റാണ് നോക്കുന്നത്, ക്രസൻറ്റും പിന്നെ കപ്പ് കേക്കും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അവൾ എടുക്കുന്ന അതേപോലെ തന്നെ റോഹിക്കും വേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അവിടെ കരച്ചിലാവും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും കുറേ സാധനങ്ങൾ എടുത്തില്ല. അപ്പോൾ എല്ലാം ഒന്ന് ടേബിളിൽ വെച്ചിട്ട് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. എല്ലാം ടേബിളിൽ വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് എടുക്കാമെന്ന് വിചാരിച്ച്. ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം നമ്മൾ വെറുതെ കഴിക്കാണ്ട് അവിടെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ. സാലഡൊക്കെ പിന്നെ എടുത്തിട്ടുണ്ട്.
അങ്ങനെ ഒരുപാട് സാലഡും ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. എത്ര വേണമെങ്കിലും കഴിക്കാം. പിന്നെ അതുപോലെ സൈഡ് ഡിപ്പുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ബൊഫേ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ല അടിപൊളി ഐറ്റംസാണ്. പിന്നെ ഇത് പിന്നെ ചീസിന് സ്ലൈസുകളും മോട്ടഡെല്ല വെറൈറ്റീസൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെയാണല്ലോ മക്കൾക്ക് കുറേ ഇഷ്ടമുണ്ടാവുക. പിന്നെ ചായ കോഫിയൊക്കെ ഉണ്ട്. പിന്നെ ജ്യൂസ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ബോയിൽഡ് മാഷ്ഡ് പൊട്ടാറ്റോ, പിന്നെ മഷ്റൂം സോട്ട് ചെയ്തത്, പിന്നെ ബോയിൽഡ് എഗ്ഗിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. സോസേജ്, ബീഫിൻ്റെ സോസേജ്, പിന്നെ അതങ്ങനെ കുറേ ഐറ്റംസ്. പേരുകളൊന്നും എനിക്ക് കറക്റ്റ് പറയാൻ കിട്ടുന്നുമില്ല. ചിലതൊക്കെ വിട്ടു പോകുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ മട്ടൻ പായ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഇക്കാണ് എടുത്തത്. അവർ പിന്നെ തലേ ദിവസം വന്നുകൊണ്ട് തന്നെ അവർക്ക് അറിയാം എവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്ത് ഇറക്കുന്നതുകൊണ്ട് തന്നെ ഞാനതൊക്കെ വിട്ടുപോയിരുന്നു. ചിക്കൻ കറി, പൊറോട്ട പോലത്തെ ഒരു സംഭവം, പിന്നെ ബോയിൽഡ് എഗ് ഉണ്ട്. ബോയിൽഡ് എഗ് ഞാൻ പിന്നെ എടുത്തില്ല. വെറുതെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ നമ്മൾ. ഇവിടെ തന്നെ കഴിക്കണം കേട്ടോ. പിന്നെ അപ്പം ഓംലെറ്റ് അവർ ഫ്രഷായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. നമ്മൾ എല്ലാവർക്കും കൂടി ഓരോ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതൊക്കെ പായ എടുത്തിട്ടുണ്ടായിരുന്നു. മട്ടൻ പായൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. പൊറോട്ടയും മട്ടൻ പായയും അതാണ് പിന്നെ മെയിൻ ഡിഷ്. പിന്നെ ചിക്കൻ്റെ ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ പോലെ ദാലിൻ്റെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നമ്മൾക്കൊരു സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് കാണിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പോകുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നണം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഫുഡിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ടാവും. അപ്പം വേറെ വിചാരിക്കരുത്. വേറെ വിചാരിക്കാനല്ല, ഫുഡ് ഇങ്ങനെ കാണിക്കണം എന്താ എന്നൊക്കെ വിചാരിക്കേണ്ട. നമ്മളുടെ ആ ഓരോ മൊമെൻറ്റ്സ് നമുക്ക് എന്താ പറയുക, വീണ്ടും കാണുമ്പോൾ രസമല്ലേ. അപ്പം ഞാൻ 2 ഓംലെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, 1 റീനൊന്നും കൂടി. അപ്പോൾ അതൊന്ന് കൊടുക്കുകയാണ്. പിന്നെ മാക്സിമം നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് മാക്സിമം കഴിച്ചിട്ടുണ്ട്. അതിൽ റോസുവിൻ്റെ കുറച്ച് ക്രോസൻറ്റും റൂഹിക്ക് കൊടുക്കുന്ന കുറച്ച് ക്രോസൻ്റൊക്കെയാണ് വേസ്റ്റായത്. അത് പിന്നെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ. ഈ റൂഹിക്ക് അന്ന് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് റൂഹി ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ അന്നത്തെ ദിവസം ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ, അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് നമ്മൾ തോഫ് അൽവിദ അല്ലേ, വിടവാങ്ങൽ തോഫ്, അതിനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം അതും ഞാനും എക്കും റീനും മാത്രമേ ചെയ്തിട്ടുള്ളൂ. റോസുവിനെയും ഉമ്മാനും റൂമിലിരുത്തി. ഉമ്മാക്ക് ഞാൻ പറഞ്ഞല്ലോ നടക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനായിട്ട് ഇറങ്ങിയപ്പം മഗ്‌രിബിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയത്ത് നമുക്ക് തോഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഅബയുടെ തൊട്ടടുത്ത് നിസ്കരിക്കാനുള്ള ഒരു അവസരം കിട്ടി കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ തോഫിൻ്റെ ഇതിലോട്ട് ഇറങ്ങിയത് കൊണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര, ഞങ്ങൾക്കിനി കഅബ കാണാൻ പറ്റും. കാരണം കഅബ കാണുന്ന സമയത്ത് നമ്മൾ ഉംറയിലായിരുന്നല്ലോ, ഉംറ കർമ്മത്തിലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കഅബ കാണാൻ പറ്റും എന്നുള്ളൊക്കെ ഇതിലായിരുന്നു. കാരണം തോഫ് ചെയ്യുന്ന വേറൊരു സെക്ഷനിലും ഞങ്ങൾ താമസിക്കുന്നത് വേറൊരു ഭാഗത്താണ് ഹറമിൻ്റെ. അപ്പോൾ എപ്പോഴും നമുക്ക് തോഫിൻ്റെ ആ ഭാഗത്തേക്ക് കാണാൻ പറ്റണം എന്നില്ല. അങ്ങനെ ഞങ്ങളിതാ പിന്നെ തോഫൊക്കെ കഴിഞ്ഞ്, വിടവാങ്ങൽ തോഫൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പോവാണ്. ഞങ്ങൾ പിന്നെ തലേന്ന് രാത്രി തന്നെ വിടവാങ്ങൽ തോഫ് കഴിഞ്ഞിട്ട് പിന്നെ സുബഹി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സുബഹിക്ക് ഞങ്ങൾ വിടവാങ്ങൽ തോഫിന് വരുവാണെങ്കിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് രാത്രിയിൽ ചെയ്തിട്ട് പിന്നെ സുബഹി നമ്മൾ റൂമിൽ നിസ്കരിച്ചിട്ട് ഇറങ്ങി. പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു ടാക്സി. അപ്പം ഒരു 10-12 ആളുകളൊക്കെ ആയിട്ട് വരുന്നവർക്ക് 2 ടാക്സി ഒന്നും വിളിക്കാണ്ട് ഒരൊറ്റ ടാക്സി വിളിക്കാം. അപ്പോൾ അതിൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 2 ആൾക്കാരുടെ നമ്പറുണ്ട് കേട്ടോ. നല്ല ആൾക്കാരാണ്. അപ്പോൾ ജിദ്ദ എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ട് പിക്കപ്പൊക്കെ ആണെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മതിയാവും അവരോട് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. കുറേ ആൾക്കാർക്ക് ഇരിക്കാനും ലഗേജ് വെക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും സൗകര്യമുള്ള വണ്ടി എപ്പോഴും കാണാൻ കിട്ടണമെന്നില്ല. അപ്പോൾ ടാക്സി നമ്മൾ എടുക്കുന്ന സമയത്ത് അതിലെല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് കിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ളത് നമ്മൾ നമ്പർ കൊടുക്കുക തന്നെ വേണ്ടി വരും. ഇതാണ് ഐഷ പള്ളി കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിലായിരുന്നു. അപ്പം അതായത് ഒരു ഉംറ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഉംറ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഐഷ പള്ളിയിൽ വന്നിട്ട് വേണം ഇഹ്റാം കെട്ടാൻ കേട്ടോ. അപ്പം അവിടെ ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ്. കണ്ടോ, ഞാനിതുവരെ പോയിട്ടില്ല ഐഷ പള്ളിയിൽ.
നമുക്ക് പോകാൻ പറ്റാത്ത മീൻസ് നമ്മൾ ഈ പാക്കേജിലല്ലാത്തതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ എപ്പോഴും. ഇതാണ് കേട്ടോ ആയിഷ പള്ളി. ഈ കാണുന്നതാണ് പള്ളി. അതുപോലെ പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യയുടെ ഖബറും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. മൈമൂന എന്ന് പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ ഖബർ. ഇതാ ഇവിടെയാണ് ഖബർ വരുന്നത്, റോഡ് സൈഡിൽ തന്നെയാണ്. അതങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ച സ്ഥലത്ത് തന്നെ ഖബറടക്കണം എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്, അങ്ങനെ എന്തോ പറഞ്ഞു നമ്മളെ ഡ്രൈവർ പറഞ്ഞെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് ഖബറടക്കിയിട്ടുള്ളത്. റോഡ് സൈഡിലാണ്, അവരുടെ മാത്രം സെപ്പറേറ്റാന്നൊക്കെ പറഞ്ഞു. അവിടെ പോകുന്ന വഴി കണ്ടതാണ്, എന്തോ തീപിടുത്തം നടന്നതാണ്. നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ, നല്ല പുകയുണ്ടായിരുന്നു. എടുത്തോളൂ എല്ലാവർക്കും. ചെറിയ കാലുവേദന ഉണ്ട്. ഉറങ്ങിയിട്ടില്ലെങ്കിലാരോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. റിസപ്പ് ഉറങ്ങി നീറ്റാൻ തോന്നുന്നു. റിസപ്പ് പനി, റിസപ്പ് ഉറങ്ങിയിട്ടില്ല. പനി എങ്ങനെയുണ്ട്? ഓക്കെ. ചീസ് വിളിക്കേണ്ട ഉമ്മ വിളിച്ചമ്മ വിളി കേട്ടോ. താത്ത ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. തുടങ്ങി റൂഹി പപ്പനെ സോപ്പിങ് തുടങ്ങി. റൂഹിക്ക് എന്താ വേണ്ടിയത്? പിന്നെ കപ്പ് വേണോ? പിന്നെ പിപ്പോ ചോക്ലേറ്റ്, പിന്നെ ഡയറി മിൽക്ക് ചോക്ലേറ്റാ? ഹായ് റൂഹി. ഹായ് റൂഹി. ഉമ്മാൻ്റെ കുട്ടിയാണോ പപ്പാൻ്റെ കുട്ടിയാണോ? ആലോചിക്കാനുള്ള സമയം കൂടി കൊടുക്കില്ല. ആലോചിക്കാനുള്ള സമയമെങ്കിലും കൊടുക്കുക. ഉമ്മ വാങ്ങിച്ചിട്ടില്ല? അതൊരു സമാധാനം ഉണ്ടാവല്ലോ പറയാനല്ലേ. പള്ളിയാ? അങ്ങനെ ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂറെങ്ങാനും യാത്ര ഉണ്ട് കേട്ടോ. പിന്നെ സംസം വെള്ളം അത് നമുക്ക് നമ്മൾ തന്നെ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ സംസം വെള്ളം വാങ്ങിക്കുന്ന ഒരു കൗണ്ടറുണ്ട്. അവിടെ നിന്ന് അവർ പാക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കൗണ്ടർ. ഇവിടെ നിന്ന് നമ്മൾ ഒരാൾക്ക് ഒരു ക്യാന്, ആ ക്യാന് 2.5 ലിറ്റർ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എത്രയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം. അല്ലാണ്ട് നമ്മൾ കയ്യിൽ ബോട്ടിൽ പിടിച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ബോട്ടിൽ അങ്ങനെ ആക്കിയിട്ട് ഇവിടുന്ന് നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്ത് കൗണ്ടർ ഉണ്ടാവും, അവിടുന്ന് വാങ്ങിക്കണം. ഞങ്ങൾ പിന്നെ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ ഓൾറെഡി മുമ്പ് വാങ്ങിച്ചത് അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സംസം വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇത്തവണ ഹാൻഡ് ബാഗേജ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ ട്രാവലിംഗ് നല്ല എളുപ്പമായിരുന്നു. എല്ലാവർക്കും വയ്യായികളുള്ളവരാണ് കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ബാഗും ഇതൊക്കെ ആകുമ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ മക്കത്തോട് വിട പറഞ്ഞിട്ട് ഞങ്ങളിതാ നാട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡാണ് കഴിച്ചത്. ലഞ്ചിൻ്റെ സമയമായും ചെയ്തത്. അപ്പോൾ രണ്ടിനും കൂടി ഉള്ളത് നമ്മളിതാ അൽബൈക്ക് കഴിക്കണം. എയർപോർട്ടിൽ പിന്നെ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഉമ്മാക്ക് പിന്നെ എന്താ പറയുക, ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ അൽബൈക്കിൽ പോയപ്പം അവിടെ ബീഫിൻ്റെയും ഫിഷിൻ്റെ ഒന്നുമില്ല. പിന്നെ നമ്മൾ വേറെ ഇവിടുന്ന് എന്തോ ഒരു ബീഫിൻ്റെ ബർഗർ വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇതിനകത്ത് തന്നെ കേട്ടോ, എയർപോർട്ടിനകത്ത് തന്നെ ബർഗർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇതിനകത്ത്. ശരിക്കും ഇവിടുന്ന് പോകുമ്പോൾ ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുക എന്നുള്ളൊരു ചിന്തയാണ്. എല്ലാ പ്രാവശ്യവും ഇത് തന്നെയായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ ഓരോ തവണ നമ്മൾ പോകുമ്പോഴും ആ ഒരു വിഷമത്തോടെ പോകുമ്പോഴും തിരിച്ച് പെട്ടെന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഇനിയും വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇതാ അൽബൈക്കോ കഴിച്ചു. ഞങ്ങൾ ഇതാ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ UAE എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. പിന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. മരുന്നൊക്കെ കുടിച്ച് പോവല്ലേ, യാത്ര ചെയ്യല്ലേ.
അപ്പോൾ ഇതാ നമ്മുടെ ഉംറ വിശേഷങ്ങൾ. ഒരു 3 ദിവസത്തെ വിശേഷങ്ങൾ ഒരുമിച്ച് ഒറ്റ വ്ളോഗിലാണ് കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെ കൊടുത്തിട്ടുള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്കിതിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ ചോദിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഷാർജ എയർപോർട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നേരെ നമ്മൾ ഉമ്മൽക്കുയിലിട്ട് പോവാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിനേക്കും ബൈ. താങ്ക് യു.